കുഞ്ഞുനാളിലെ അരങ്ങിനെ അടുത്തെറിഞ്ഞ നാടക കലാകാരി അംഗീകാരങ്ങളുടെ നിറവിൽ. കയ്പമംഗലം വഴിയമ്പലം സ്വദേശിനിയും നടിയുമായ ഗ്രീഷ്മയാണ് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. സീരിയൽ നാടക അഭിനയ രംഗത്ത് സജീവമായ മനോമോഹന്റെ മകളും നാടക സംവിധായകനും അഭിനേതാവുമായ ഏങ്ങണ്ടിയൂർ സ്വദേശി ഉദയ് തോട്ടപ്പള്ളിയുടെ ഭാര്യയുമായ ഗ്രീഷ്മയെ തേടി രണ്ടാം തവണയാണ് സംസ്ഥാന പുരസ്കാരം എത്തുന്നത്. തിരുവനന്തപുരം സൗപർണികയുടെ മണികർണിക എന്ന നാടകത്തിലെ ജാൻസി റാണിയെ മികവുറ്റതാക്കിയതിനായിരുന്നു ഇത്തവണത്തെ അവാർഡ്. പിതാവായ മനോമോഹൻ വീട്ടിൽ തന്നെ നടത്തിയിരുന്ന നാടക കളരിയാണ് ചെറുപ്പത്തിൽ ഗ്രീഷ്മയെ നാടക ലോകത്തേക്ക് ആകർഷിച്ചത്. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ നാടകവേദികളിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോഴാണ് പാപത്തറ എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് ചുവടുവെച്ചത്. മികച്ച സംവിധായകരുടെ നാടകങ്ങളിൽ പ്രധാന കഥാപാത്രമായി തിളങ്ങാൻ ഗ്രീഷ്മയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. എല്ലാം ഒന്നിനൊന്ന് മികച്ച വേഷങ്ങൾ. വില്യം ഷേക്സ്പിയറിന്റെ ഇതിഹാസയിലെ കഥാപാത്രങ്ങളായിരുന്നു ഏറെ പ്രശംസ പിടിച്ചുപറ്റിയത്. ഒരേ സമയം അമ്മയായും കാമുകിയായും വേദിയിൽ നിറഞ്ഞുനിന്ന ഇതിഹാസയിലെ അഭിനയ മികവിനുള്ള അംഗീകാരമായിരുന്നു 2019 മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം. ചെറുതും വലുതുമായ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ ലഭിക്കുന്ന ഇത്തരം അംഗീകാരങ്ങൾ അഭിനേത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഊർജം പകരുന്നതായി ഗ്രീഷ്മ പറഞ്ഞു. കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ നാടകങ്ങൾ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതിനോടൊരു ചെറിയ ഇഷ്ടം പിന്നെ ഇപ്പോൾ ബ്ലഡിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. മണികർണിക അതിൽ ഝാൻസി റാണിയുടെ വേഷമാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ രണ്ടാമത്തെ അവാർഡിന് എന്നെ അർഹയാക്കിയത്. ഇപ്പോൾ പൊതുവെ പുതിയ യുവാക്കൾ അല്ലെങ്കിൽ യുവതികളൊക്കെ നാടകത്തിലേക്ക് വരുന്നൊരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, സാമ്പത്തികമായിട്ടും ഒരുപാട് മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നാടകത്തിന്റെ. മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയാൽ സിനിമയിൽ ഒരു കൈ നോക്കാമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നാടക അരങ്ങിൽ ലഭിക്കുന്ന അംഗീകാരങ്ങളും സംതൃപ്തിയും പകരം വെക്കാനാകാത്തതാണെന്നാണ് ഗ്രീഷ്മയുടെ നിലപാട്. TCV ന്യൂസ്, കയ്പമംഗലം.